വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ക്രിസ്റ്റഫർ എന്നാണ്. ഞാൻ അജ്നയുടെ ആത്മസുഹൃത്താണ്. ഞാനും അജ്നയൊക്കെ ജീവിതത്തിലൂടെയാണ് പരസ്പരം കണ്ടുമുട്ടുന്നത്. പല വേദികളിലും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന സമയങ്ങളിലൊക്കെയാണ് അജ്നയെ പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ സാധിച്ചത്. അപ്പോൾ അജ്നയിൽ ഞാൻ എന്നും കണ്ടെത്തിയിരുന്ന ഒരു സൽഗുണമാണ്, ഭയങ്കര ഹമ്പിളായിരുന്നു ആള്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. നമ്മളിന്ന് ദിവ്യബലിയിലൊക്കെ അജ്നനെ അനുസ്മരിച്ചപ്പോൾ നമ്മൾ കേട്ടിരുന്ന സംഭവമാണ്, ഒരാളോടും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവില്ല, ഒരാൾ തന്നെ അജ്നയോടും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവില്ല. സോ എല്ലാവരും പോയിരിക്കാനും സംസാരിക്കാനും എല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അജ്ന. അജ്നനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജ്നയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ദിവ്യകാരുണ്യത്തോടുള്ളൊരു സ്നേഹമാണ്. അപ്പം എന്നെ ആണെങ്കിലും പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെടാനൊക്കെ ആയിട്ട് അജ്ന ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവ് നിശ്ചയിച്ച സമയപ്പോഴാണ് ഞങ്ങളുടെ പാരൻസ് ഞങ്ങൾ വിവാഹത്തെ പറ്റിയൊക്കെ ആലോചിക്കുന്നതും അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതും. അങ്ങനെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഈശോയോട് ചോദിച്ചതിന് ശേഷം മനസ്സിലാക്കുന്നു ഇത് മുന്നോട്ട് നീക്കുവാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നീങ്ങാനൊക്കെ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ സിംഗിൾ ലൈഫിലൊക്കെ ഈശോനെ ഒത്തിരി പാടി പ്രകീർത്തിച്ചിട്ടുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എപ്പോലും ഈശോയ്ക്ക് ഞങ്ങളുടെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വിവാഹ ജീവിതത്തിലെങ്കിലും ഒരുമിച്ച് ഈശോയ്ക്ക് അത്രയും ഫുള്ളസ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി അതിലോട്ട് കടക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാരണവശാലാണേലും ഒരു രീതിയിലുള്ള തിന്മ ഈ ഒരു ബന്ധത്തിൽ കയറി വരരുത്, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കുക, ഒത്തിരി തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാതെ കിടക്കാത്ത ദിവസങ്ങളാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങളുടെ. അവളുടെ ഏറ്റവും വയ്യാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു തൃത്വസ്തുതി ചൊല്ലിയിട്ടെങ്കിലും കിടക്കാവുന്ന എന്നെ ഒത്തിരി അതിശയിച്ചിട്ടുള്ള കാര്യം. അത് എത്ര ലേറ്റ് ആയാലും 11:30 ആയാലും 12 മണി ആയാലും രാത്രി അപ്പോഴേക്കും ആൾക്ക് ഉറങ്ങാനൊക്കെ പറ്റുക, അല്ലെങ്കിൽ തലൊന്ന് പൊന്തിക്കാൻ തന്നെ പറ്റുക വേദന കാരണം. അപ്പം ആ നിമിഷങ്ങളാണ് പോലും എന്നെ വിളിക്കും, ചേട്ടാ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു വരും. അസുഖമൊക്കെ ആണെന്ന് ആദ്യമൊക്കെ അറിഞ്ഞിരുന്ന സമയത്തൊക്കെ എന്നെ വിളിച്ചു. അപ്പം ഞങ്ങൾക്ക് ആദ്യം നമുക്കറിയാം ഫസ്റ്റ് വന്ന റിസൾട്ട് ക്യാൻസർ അല്ല എന്നായിരുന്നു. അപ്പം നമ്മൾ ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തിയായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു 2 വീക്സിന് ശേഷമൊക്കെയാണ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. അപ്പം അത് അതിനൊക്കെ ഒത്തിരി വേദനയായിരുന്നു. ഞങ്ങൾക്കാണേലും വിവാഹം നടക്കോ ഇല്ലയോ, മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ ഈശോയെ മഹത്വപ്പെടുത്താനുള്ള ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം ഇനി നടക്കുമോ എന്നൊക്കെ വിഷമമായിരുന്നു. സോ എനിക്ക് ഓർമ്മയുണ്ട്, ഇന്നും ഞാനൊരു ആരാധന ചാപ്പലിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു അച്ഛൻ എന്നെ വിളിക്കുന്നത്. തുരത്തരാന്നിങ്ങനെ മിസ് കോൾസ് വരാം. പൊതുവെ ഞാൻ കോൾ എടുക്കാറില്ല ആരാധന ചാപ്പലിൽ ഇരിക്കും. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പുറത്തിറങ്ങി ചോദിച്ചപ്പോഴാണ് ചേട്ടാ എല്ലാം തീർന്നു. ഞാൻ എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ആൾ പറയുന്നത്, ആൾക്ക് ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. ചേട്ടൻ ശരിയാവില്ല, ഞാൻ ഉണ്ടാവില്ല, അറിയില്ല, ഈശോയ്ക്ക് എന്നെ പറ്റി വേറെ പദ്ധതിയായിരിക്കും, ചേട്ടൻ വേറെ ആളെ നോക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞ നിമിഷങ്ങൾ ഞാനിപ്പോൾ ഓർക്കുവാണ്. അപ്പം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് അച്ഛൻ എന്നോട് വിവാഹ ജീവിതത്തിലോട്ട് ഞാൻ ക്ഷണിക്കുമ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അച്ഛൻ നമുക്കറിയില്ല ഈശോ എത്ര കാലം നമ്മളെ ഒരുമിച്ച് നിർത്തും എന്ന്. പക്ഷെ എങ്കിൽ പോലും നമുക്കുള്ള കാലം, ഈശോ അനുവദിക്കുന്ന കാലം നമുക്ക് ഈശോ അത്ര മഹത്വപ്പെടുത്തി ജീവിക്കാം. കല്യാണം കഴിച്ച ഒരു ദിവസമെങ്കിലാണെങ്കിൽ പോലും ഈശോയ്ക്ക് അത് അത്രയും സ്തുതികൾ ആലപിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പം ഞാനിതൊക്കെ അച്ഛനോട് പറയേണ്ട, അച്ഛൻ എനിക്ക് ഓർമ്മയില്ല നമ്മൾ അന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പം അസുഖം വന്നപ്പോൾ ഇങ്ങനെയാണോ പറയുന്നത്, ഞാൻ വേറെ കെട്ടണം എന്നാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ആ റിസൾട്ട് അറിഞ്ഞ ദിവസമാണ്. അപ്പോൾ കേട്ടിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ആൾ തിരിച്ചു വിളിക്കും, ചേട്ടാ പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ്. കറക്റ്റ് പ്രാർത്ഥനയുടെ സമയവും ആൾ വിളിക്കും, പ്രാർത്ഥിക്കാം എന്ന് പറയും. പിന്നെ അങ്ങോട്ട് ഒരുമിച്ച് ഒരിക്കൽ പോലും മരണത്തെ പറ്റി സംസാരിക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല. കാരണം അത്രയും പ്രതീക്ഷയോടാണ്. നമുക്ക് ലാസറിനെ ഉറപ്പിച്ച കർത്താവാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ ക്യാൻസർ അത്രയും ഭീകരത സൃഷ്ടിച്ച സമയമാണെങ്കിൽ പോലും ഡോക്ടേഴ്സ് ആണെങ്കിലും എന്നോട് പറഞ്ഞിരുന്നു, അച്ഛനെ ഇനി 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം ഉണ്ടാവുള്ളൂ, അപ്പം നിനക്ക് വേണമെങ്കിൽ നീ വേറെ ആളെ നോക്ക് എന്ന് എന്നോടാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതായത് ഇവരുടെ വീട്ടിൽ തന്നെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടേഴ്സ് എന്നെ പേഴ്സണലി വിളിച്ച് അറിയിച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞ സംഭവമുണ്ട്, ഡോക്ടറിന് ചെയ്യാവുന്നൊക്കെ ഡോക്ടർ ചെയ്തു, ശരി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, കുഴപ്പമില്ല. അങ്ങനെയാണ് അവൾ റേഡിയേഷനിലോട്ടും അവസാനത്തെ ഒരു 2 കൊല്ലം നീങ്ങുന്നത്. അപ്പം എപ്പോഴും പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും മരണത്തെപ്പറ്റി ചിന്തിക്കാതെ പ്രത്യാശയോടെ തന്നെ അവസാനം വരെ ഈശോനെ സഹായിച്ച ഒരു വേളയുണ്ട്. ഞാനിപ്പോഴും ഓർക്കുവാണ്, അച്ഛനെ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ പോലാണേലും പെട്ടെന്ന് എല്ലാം തന്നെ ഇടിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാൻ അജ്നയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ലാസറിനെ ഉറപ്പിച്ച കർത്താവാണ് നമുക്ക് അജ്ന, നീ പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ അജ്നയുടെ ബോഡി കോഫിൻ അടയ്ക്കുന്ന, ശവപ്പെട്ടി അടയ്ക്കുന്ന നിമിഷം വരെയാണെങ്കിൽ പോലും എനിക്ക് കരയാതെ പിടിച്ചിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ആ നിമിഷം വരെ ഞാൻ ഇങ്ങനെ ഈശോ ഇങ്ങനെ അടുത്തന്നെ നിന്ന് ഈശോയെ ഒട്ടും വൈകിട്ടില്ല, നിനക്ക് ഇപ്പോഴാണെങ്കിലും അജ്നെ തിരിച്ചു കൊണ്ടുവരാം. ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ വിശ്വാസവും. ആ വിശ്വാസം തന്നെ അജ്നയ്ക്കും പകർന്നു കൊടുത്തിരുന്നത്. അപ്പോൾ എങ്കിൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ദിവസം അല്പം വിഷമം ഉണ്ടായപ്പോലും
തിരിച്ച് ഞാൻ വീട്ടിലോട്ടുള്ള എൻ്റെ യാത്രയിൽ ഈശോ പെട്ടെന്ന് തന്നെ ഓർമ്മിപ്പിക്കുക, എടാ നീ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ പോണ വഴി, തൃശ്ശൂരാണ് വീട്, എറണാകുളത്ത് നിന്ന് പോണ വഴിക്കാണ് പോലും അന്നാണേലും എനിക്ക് അത്ര അതിശയം തോന്നുക. ഞാൻ ശരിക്കും ഈശോയെ അത്രയും ഈശോയോട് ദേഷ്യപ്പെടേണ്ട ദിവസമാണ്, അല്ലെങ്കിൽ ഈശോയെ നിനക്ക് കരുണയില്ല, നിനക്ക് സ്നേഹമില്ല എന്ന് പറയേണ്ട ദിവസമാണ്. പക്ഷെ എങ്കിൽ പോലും അന്നാണേലും ഈശോ എന്നെ ഈശോയുടെ ആ ഒരു സ്നേഹം അനുഭവിക്കാനായിട്ട് പരിശുദ്ധ കുർബാനയിലോട്ട് വിളിക്കുക. ജീവിതത്തിൽ ഇത്രമേൽ കരഞ്ഞ അല്ലെങ്കിൽ ഇത്രമേൽ അർത്ഥം ഉൾക്കൊണ്ട് ഞാൻ കൂടിയൊരു പരിശുദ്ധ കുർബാനയില്ല. എൻ്റെ അടുത്ത് നിൽക്കുന്നവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, അവർക്കാർക്കും അറിയില്ല ഞാൻ സ്നേഹിച്ച എൻ്റെ ആത്മസുഹൃത്ത് മരിച്ചിട്ട് അടക്കം ചെയ്തിട്ടാണ് ഞാൻ വരുന്നതെന്ന് ആർക്കറിയില്ല. പക്ഷെ എനിക്ക് അത്രയും ഒരു ആശ്വാസം ആ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടി. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, എത്രയൊക്കെ ഞാൻ മരണത്തെപ്പറ്റി പറയാൻ അനുവദിച്ചിട്ടില്ലേലും എത്രയൊക്കെ പ്രത്യാശ ഈശോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെ പോലും ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അജനയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അജനയ്ക്ക് ഇങ്ങനെ വേദന എടുക്കും, ഭയങ്കര വേദന. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തല അമർത്തി കൊടുക്കണം, അമർത്തി കൊടുത്താലൊന്നും പോരാ, ചിലപ്പോൾ ഒക്കെ ഇടിക്കാൻ പറയും, ഇടിച്ചാലൊക്കെ ആൾക്ക് വേദന പോവുള്ളൂ. അപ്പോൾ ഈ അജന എപ്പോഴും എന്നെ വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാണെന്നുള്ളൊരു ചിന്ത അവളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ എന്നെ പൂർണ്ണമായിട്ട് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാ. അപ്പം അത് ഒട്ടും തന്നെ അനുഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ എപ്പോഴും ആളൊരു ഡിസ്റ്റൻസ് ഇടും, ഒരു എസ്തെറ്റിക് ഡിസ്റ്റൻസ് എന്ന് പറയും. അത് നല്ലതാ, നമ്മളെ ഒരു വിശുദ്ധി കീപ്പ് ചെയ്യാനുള്ളൊരു ഡിസ്റ്റൻസ്. അപ്പോൾ ഇവൻ അജനോട് പറയണം, അജനെ ഞാൻ ഒഴിഞ്ഞു തരാം, നീ വാ. കിടക്കൊന്നും പറയാൻ തലോണം വെക്കുമ്പോഴാണെങ്കിൽ ആൾ മടി കാണിച്ച് നിൽക്കുമായിരുന്നു. അവസാനം എൻ്റെ മടിയിൽ കിടത്തുക, തലോണം വെച്ചിട്ട് കിടത്തി തലയിൽ അമർത്തി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ധാരണയായിരുന്നു ഒരു സിറ്റുവേഷൻ. നമ്മൾ ഒരു സ്ഥലത്ത് അമർത്തുമ്പോൾ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പല സെക്രീഷൻസ് ഒക്കെ പുറത്തോട്ട് വരാം. അജന ഇത് അറിയുന്നില്ല, അവൾക്ക് ഫുൾ സെൻസേഷൻസ് പോയി, ചോരയും ചലമൊക്കെ പുറത്ത് വരുന്ന ഒരു സാഹചര്യം. അപ്പം അത് കഴിഞ്ഞ് എല്ലാം തുടച്ചു കൊടുത്തിട്ട് അജനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അജന എനിക്കറിയില്ലടി, നമ്മൾ ഇത്രയും കാലം ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും വേദികളിൽ നമ്മൾ ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തു, നമുക്കറിയാവുന്ന എല്ലാ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, എന്നിട്ടും ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ഈശോയുടെ ഹിതമെങ്കിൽ ഈശോ നിന്നെ എടുക്കുകയാണെങ്കിൽ എൻ്റെ വിശ്വാസം എന്തായി തീരും എന്ന് എനിക്കറിയില്ല അജന എന്ന് ഞാൻ അജനോട് പറയുന്നുണ്ട്. അപ്പോൾ അജന ഇങ്ങനെ കുറച്ചു നേരം എൻ്റെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് അജന പറയാണ്, ചേട്ടൻ എന്നെ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലാണ് പോലും എല്ലാ ദിവസം ആ സമയവും ഈശോ എന്നെ പള്ളിയിലോട്ട് വിളിക്കുന്നുണ്ട്, നടക്കാൻ പറ്റിയില്ലേ പോലും എഴഞ്ഞിട്ടാണേലും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ചേട്ടൻ നോക്കിക്കോ, ഈശോ നല്ല സൂപ്പറായി കളിക്കുന്ന അറിയുന്നവനാ, ചേട്ടൻ ഈശോ ഒത്തിരി എടുത്ത് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന നിമിഷം. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കുക, മരണശേഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കരയാനൊന്നും പറ്റിയിട്ടില്ല. എനിക്കാണേലും അജനയുടെ പാരൻസ് ആണേലും എപ്പോഴും പറയുന്നൊരു സംഭവമാണ്, ശരിക്കും മക്കൾ മരിച്ച ഒരു പാരൻസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും ദാരുണം. പക്ഷെ അജനയുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മുഖത്തൊക്കെ ഒരു പ്രത്യേക ഒരു ഗ്രേസ് ആണ് അത്. അജന ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആ ഒരു ഗ്രേസ് തന്നെ എനിക്കും അനുഭവിക്കാൻ സാധിക്കുന്നു. ഇന്ന് ഒത്തിരി വേദികളിൽ ഞാൻ ഒരു കാലത്ത് ഈശോയെ നിരാകരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും ഈശോയുടെ വിഷമം വിചാരിച്ചിരിക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ വെരി നെക്സ്റ്റ് വീക്ക് തൊട്ട് തന്നെ ഈ ഈശോ കാരുണ്യവാനാണെന്നും സ്നേഹവാനാണെന്നും എത്രത്തോളം അജനയുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടിട്ടുണ്ടെന്നും എത്രത്തോളം ശക്തി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പ്രഘോഷിക്കാനായിട്ട് ഈശോനെ അടുത്ത് ഉപയോഗിച്ചു തുടങ്ങി. ഇന്ന് ഇപ്പോൾ ദൈവവിളി സ്വീകരിച്ച് വൈദിക വൃത്തിയിലാണ്. അജന സ്നേഹിച്ച, അല്ലെങ്കിൽ ഞാനും നമ്മളെല്ലാവരും സ്നേഹിച്ച അതേ ഈശോയെ, ആ വെറും ഒരു അപ്പത്തെ ഈശോയുടെ ശരീരമാക്കി മാറ്റാനായിട്ട് ഈശോനെ വിളിച്ചു. അപ്പം ആ ഒരു വൈദിക പരിശീലനത്തിലാണ് ഇന്ന് ഇത്രയും പേര് അജനയിലൂടെ ഈശോനെ മഹത്വപ്പെടുത്തുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷം. ഒത്തിരി യുവജനങ്ങളാണെങ്കിൽ പോലും ഇന്ന് ലോകമെമ്പാടും പല ഇപ്പം മിഷൻ 365 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ കൊല്ലത്തിൽ ഈശോയെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അജനേച്ചിയുടെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ, ഈശോയുടെ സന്നിധിയിൽ പോയിരിക്കാനൊക്കെ ആയിട്ട് അവർ പരിശ്രമങ്ങൾ എടുക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ ഈശോയെ മഹത്വപ്പെടുത്താം. നമ്മൾ വചനത്തിൽ കേൾക്കുന്നുണ്ട്, ഇന്നത്തെ അവസ്ഥയല്ല, നാളത്തെ ഈശോയുടെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന സാധനങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ അജനയുടെ ലൈഫിലൂടെ ഞാൻ ശരിക്കും കാണുന്നു, എന്നെയും അത് ഇൻസ്പയർ ചെയ്യുന്നു. നമ്മളെല്ലാവരും അത് ഇൻസ്പയർ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അജന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. നമുക്കും അജനയിലൂടെ ഒരു വിശുദ്ധേനെ തിരുസഭയ്ക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.